നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. കേരള കോൺഗ്രസ് നിർണായക ഉന്നതാധികാര സമിതി യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. KM മാണിക്കെതിരായ ഗൂഢാലോചനക്കാർ ആരെന്ന പാർട്ടി അന്വേഷണ റിപ്പോർട്ട് നാളത്തെ ഉന്നതാധികാര സമിതി യോഗത്തിൽ അവതരിപ്പിച്ചേക്കും. കടുത്ത നിലപാടുകളും യോഗത്തിൽ ഉണ്ടാകും എന്നാണ് സൂചന. അതേസമയം മറ്റന്നാൾ കൊച്ചിയിൽ ചേരുന്ന ബാർ ഉടമകളുടെ യോഗ തീരുമാനത്തിനാണ് കേരള കോൺഗ്രസ് ഉറ്റുനോക്കുന്നത്. ബാർ കോഴി ആരോപണം സംസ്ഥാന രാഷ്ട്രീയത്തിൽ കെടാതെ ചർച്ചയാകുന്ന പശ്ചാത്തലത്തിലാണ് കേരള കോൺഗ്രസ് എം ഉന്നതാധികാര സമിതി യോഗം ചേരുന്നത്. KM മാണിയെ തകർക്കാനുള്ള നീക്കമാണ് ബാർക്കോഴ വിവാദമെന്ന് കേരള കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ബിജു രമേശിന്റെ ആരോപണത്തിന് പിന്നിലുള്ള ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയവരെക്കുറിച്ച് പാർട്ടി നടത്തിയ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് നാളെ ചേരുന്ന യോഗത്തിൽ അവതരിപ്പിച്ചേക്കുമെന്നാണ് സൂചന. ഈ റിപ്പോർട്ട് അവതരിപ്പിച്ചാൽ തുടർനിലപാട് എന്താകണമെന്നത് ചർച്ചയാകും. KM മാണിയെ തകർക്കാൻ ശ്രമിക്കുന്നതിന് പിന്നിൽ കോൺഗ്രസിലെ A വിഭാഗമാണെന്ന് കേരള കോൺഗ്രസിലെ ഒരു വിഭാഗം നേരത്തെ തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നു. അവരാണെന്ന് തെളിഞ്ഞാൽ കടുത്ത നിലപാട് തന്നെ സ്വീകരിക്കണമെന്ന് പാർട്ടിയിലെ ഒരു വിഭാഗം ആവശ്യപ്പെടും. KM മാണിയുടെ രാഷ്ട്രീയ സംശുദ്ധത തെളിയിക്കാൻ ഏതറ്റം വരെയും പോകാമെന്നും ഈ വിഭാഗം വാദിക്കുന്നു. എന്നാൽ മറ്റന്നാൾ ചേരുന്ന ബാറുടമകളുടെ യോഗത്തിന് ശേഷം മതി കടുത്ത നിലപാടെന്ന വാദവും കേരള കോൺഗ്രസിലുണ്ട്. ബാറുടമകളുടെ യോഗം ചേർന്ന് അഴിമതി ആരോപണത്തിൽ കൂടുതൽ മുന്നോട്ട് പോകേണ്ടെന്ന് തീരുമാനമെടുക്കുമെന്നാണ് ധാരണ. ബിജു രമേശ് ആരോപണത്തിൽ നിന്നും പുറകോട്ട് പോകുമെന്നും കേരള കോൺഗ്രസ് കണക്കുകൂട്ടുന്നു. അങ്ങനെയെങ്കിൽ വിവാദം കെട്ടടങ്ങുമെന്നും കേരള കോൺഗ്രസ് നേതാക്കൾ പ്രതീക്ഷ വച്ചുപുലർത്തുന്നുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയമാണ് ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത്. ശ്രീ ജയശങ്കർ, ശ്രീ ആന്റണി രാജു, ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ശ്രീ ജോണി നെല്ലൂർ എന്നിവരാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. അഡ്വക്കേറ്റ് ജയശങ്കർ, ഇന്നത്തെ സാഹചര്യത്തിൽ മാണി രാജിവെക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? കാരണം ബിജു രമേശിനോട് തെളിവ് ഹാജരാക്കാൻ വിജിലൻസ് ആവശ്യപ്പെട്ടിരിക്കുന്നു. 6-ന് എറണാകുളത്ത് ചേരുന്ന ഹോട്ടൽ ആൻഡ് ബാർ അസോസിയേഷൻ യോഗത്തിന് ശേഷം അവിടെ ഹാജരാകാം എന്നാണ് ബിജു രമേശ് പറഞ്ഞിരിക്കുന്നത്. KM മാണിക്ക് തുടരാൻ കഴിയുമോ? അഡ്വക്കേറ്റ് ജയശങ്കർ. അഡ്വക്കേറ്റ് ജയശങ്കർ, താങ്കൾക്ക് കേൾക്കാമോ? ജയശങ്കറിലേക്ക് തിരിച്ചെത്താം. ശ്രീ ജോണി നെല്ലൂർ, UDF വലിയൊരു പ്രതിസന്ധിയെ നേരിട്ടിരിക്കുന്നു. ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ UDF യോഗം ചേരുന്നുണ്ടോ? കാര്യങ്ങൾ ചർച്ച ചെയ്താണോ നീങ്ങുന്നത്? ഈ സംഭവവികാസങ്ങൾ ഉണ്ടായ ശേഷം UDF നേതൃത്വം ഇതുവരെ ഔപചാരികമായ ഒരു ആലോചന നടത്തിയിട്ടില്ല. UDF 5-ാം തീയതി ഉണ്ട് എന്ന് മാധ്യമങ്ങളിലൂടെ ഞങ്ങൾ അറിഞ്ഞുവെങ്കിലും ഇന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് UDF ഉടനെ ഇല്ല. 5-ാം തീയതി കൂടുവാൻ നിശ്ചയിച്ചിരുന്ന UDF യോഗം 23-ാം തീയതിയിലേക്ക് മാറ്റിവെക്കുന്നതായി കൺവീനറുടെ ഭാഗത്തുനിന്ന് അറിയുവാൻ കഴിഞ്ഞു. ഈ സംഭവവികാസങ്ങളൊക്കെ ഉണ്ടായപ്പോൾ സ്വാഭാവികമായി ഞങ്ങളൊക്കെ ആഗ്രഹിച്ചു ഇത് UDF യോഗം വിളിച്ചു കൂട്ടി ചർച്ച ചെയ്യും. ഇവിടെ ബഹുമാനായ ധനകാര്യമന്ത്രി മാണി സാറിൻ്റെ എതിരെ ഉയർന്നു വന്ന ആരോപണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുമെന്ന മാധ്യമങ്ങളിലൂടെ അറിഞ്ഞപ്പോൾ സത്യത്തിൽ ഞാനൊക്കെ വല്ലാതെ ഞെട്ടിപ്പോവുകയുണ്ടായത്. കാരണം അന്വേഷണം എപ്പോഴും അത് ഏത് വിധത്തിലുള്ള അന്വേഷണമാണ്? അത് ആരോപണം ഉന്നയിച്ച ആളുകൾക്കെതിരെയാണോ? ആരോപണത്തിൻ്റെ പിന്നിൽ ഉണ്ട് എന്നാരോപിക്കുന്ന ഗൂഢാലോചനയെ പറ്റിയാണോ എന്നൊക്കെ അറിയേണ്ടത് എല്ലാവർക്കും താല്പര്യമുള്ള കാര്യമാണ്. പക്ഷേ അത് സംബന്ധിച്ച് ഞങ്ങളോടൊന്നും ഒരാലോചനയും നടത്താതെ തന്നെ മാധ്യമങ്ങളിലൂടെ വിജിലൻസ് അന്വേഷണമെന്ന് വാർത്ത വന്നപ്പോൾ ഞങ്ങളൊക്കെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോവുകയുണ്ടായത്. UDF കുറെ കൂടി ആലോചനകളൊക്കെ നടത്തി കൂടിയാലോചനകളോട് മുന്നോട്ട് പോയാൽ UDFന് തന്നെ നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ ആന്റണി രാജു, കൂടിയാലോചനകൾ ശ്രീ ജോണി നെല്ലൂർ, ഈ കാര്യത്തിൽ കൂടിയാലോചനകൾ അവിടെ നിൽക്കട്ടെ. കേരള കോൺഗ്രസ് എം എന്ന പാർട്ടി, അതിൻ്റെ നേതാവ്, കേരള കോൺഗ്രസിലെ ഏറ്റവും പ്രബല വിഭാഗത്തിൻ്റെ നേതാവ് ഒരു ആരോപണത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഉണ്ട്. തെളിവ് ഹാജരാക്കാൻ കഴിയാതെ പോയാൽ താൻ ആത്മാഹുതി ചെയ്യും എന്ന് ബിജു രമേശ് പറഞ്ഞിരിക്കുന്നു. എന്താണ് രാഷ്ട്രീയമായി ഈ കാര്യത്തിൽ ഒരു സത്യസന്ധത ഉയർത്തിപ്പിടിക്കാനും മുന്നണിയുടെ ധാർമ്മികത ഉയർത്തിപ്പിടിക്കാനും ചെയ്യേണ്ടത് എന്നാണ് താങ്കളുടെ അഭിപ്രായം? ഇപ്പോൾ ബിജു രമേശ് ഉന്നയിച്ച ആരോപണത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ ആരോപണം ആർക്ക് വേണമെങ്കിലും ആരെ പറ്റിയും ഉന്നയിക്കാം. ഇവിടെ ഉള്ള വിഷയം ബിജു രമേശ് ഉന്നയിച്ച ആരോപണം, അത് ആ ആരോപണം ഉന്നയിച്ച സമയവും ആരോപണം ഉന്നയിച്ച തീയതിയും അതിൻ്റെ എല്ലാ സാഹചര്യങ്ങളും പരിശോധിക്കുമ്പോൾ ബിജു രമേശിനെ പോലെ വ്യവസായ രംഗത്ത് വളരെ
പ്രബലമായി നിലയുറപ്പിക്കുന്ന ഒരു വ്യക്തി ഇതുപോലൊരു ആരോപണം ഉന്നയിക്കണമെങ്കിൽ ആരോ ശക്തമായി അദ്ദേഹത്തിന് പിൻബലം കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും. ഒരു കാര്യം ഞാൻ അസന്നിഗ്ധമായി പറയട്ടെ, കേരള കോൺഗ്രസ് പ്രസ്ഥാനം ജന്മം കൊണ്ട 1964 മുതൽ ഈ പാർട്ടിയെ തകർക്കുവാനുള്ള ഗൂഢശ്രമങ്ങൾ പല ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അതിനെയൊക്കെ അതിജീവിച്ചാണ് കേരള കോൺഗ്രസ് വിഭാഗങ്ങൾ ഇന്ന് ഒരുപക്ഷെ നിർഭാഗ്യകരമായി പിളർപ്പുകൾ ഉണ്ടായി എങ്കിലും ഈ വിഭാഗങ്ങളൊക്കെ ഇന്ന് നിലനിന്ന് പോകുന്നത് പ്രതിസന്ധികളെ അതിജീവിച്ച KM മാണി സാറിനെ തകർത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് ആ പാർട്ടിയെ ഇല്ലായ്മ ചെയ്യാമെന്ന് കരുതിയാൽ കേരള കോൺഗ്രസ് പ്രസ്ഥാനങ്ങളൊന്നും അങ്ങനെ തകരുന്നതല്ല എന്ന് ഈ ഗൂഢാലോചന നടത്തുന്ന ആളുകൾ തിരിച്ചറിയുന്ന കാലം അതിവിദൂരമല്ല എന്ന് മാത്രം എനിക്ക് ശ്രീ ജോണി നെല്ലൂർ, ആരാണ് ഗൂഢാലോചന നടത്തുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഗൂഢാലോചന നടത്തുന്ന ആര് എന്ന് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി സമഗ്രമായ ഒരു അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട്. അത് ഗവൺമെന്റ് അതിന് മുൻകൈ എടുക്കും എന്ന് ഞാൻ കരുതുകയാണ്. ഐക്യജനാധിപത്യ മുന്നണിയെ തകർക്കുക എന്നുള്ള ലക്ഷ്യവും ഇതിന്റെ പിന്നിൽ ഉണ്ടാകാം. പക്ഷെ അതിനേക്കാൾ ഉപരി കേരള കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ തകർക്കണം. അതാണ് ചില ആളുകളുടെ ലക്ഷ്യം. ആ പ്രസ്ഥാനമൊന്നും അങ്ങനെ തകരുന്നതല്ല. ഞാനും ഒരു കേരള കോൺഗ്രസ് താങ്കളിലേക്ക് തിരിച്ചെത്താൻ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, വിജിലൻസിന്റെ പ്രാഥമികമായ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ബിജു രമേശിന് വിജിലൻസ് നോട്ടീസ് നൽകിയിരിക്കുന്നു തെളിവുകൾ ഹാജരാക്കാൻ. 6-ന് ചേരുന്ന യോഗത്തിന് ശേഷം തെളിവ് ഹാജരാക്കാമെന്ന് ബിജു രമേശ് പറഞ്ഞിരിക്കുന്നു. നാളെ കേരള കോൺഗ്രസിൻ്റെ ഹൈപ്പവർ കമ്മിറ്റി തിരുവനന്തപുരത്ത് ചേരുന്നു. ഇതുവരെ പുറത്തു വന്ന വാർത്തകളുടെ അതുപോലെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ KM മാണിക്ക് മുന്നോട്ടു പോകാനുള്ള സാധ്യത അത് എത്രത്തോളമുണ്ട്? അല്ല, ഇത്തരം കേസുകളിലൊക്കെ ഈ അഴിമതി ആരോപണങ്ങളിലൊക്കെ ചരിത്രം പരിശോധിക്കുമ്പോൾ മന്ത്രിമാർ രാജിവെക്കാതെ പിടിച്ചു നിന്ന കഥകളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെയും അത്ര പെട്ടെന്ന് KM മാണി രാജിവെച്ച് ഒഴിയും എന്ന് നമുക്ക് കരുതാൻ നിവൃത്തിയില്ല. അതിനുള്ള സാഹചര്യങ്ങളൊന്നും ഇപ്പോൾ കാണുന്നില്ല. പക്ഷെ ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്. ഈ ആരോപണം ഉണ്ടായ ആ നിമിഷം മുതൽ KM മാണി ഉൾപ്പെടെയുള്ള കേരള കോൺഗ്രസിന്റെ സമുന്നത നേതാക്കൾ ആവർത്തിക്കുന്ന ഒരു കാര്യമുണ്ട്, കോൺസ്പിറസി. ആരാണ് ഈ ആലോചന നടത്തുന്നത്? കേരള കോൺഗ്രസിനെ തകർക്കുക, അങ്ങനെ ഒരു അജണ്ട ആർക്കെങ്കിലും ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇവിടെ കോൺസ്പിറസി എന്ന് പറയുമ്പോൾ KM മാണിയുടെ വിശ്വാസ്യത ഇല്ലാതാക്കുക, KM മാണി ചില മുഖ്യമന്ത്രി എന്നുള്ള രീതിയിലുള്ള ആവശ്യങ്ങളൊക്കെ പാർട്ടിയിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട്. പുറത്തും പല രീതിയിലുള്ള വർത്തമാനം നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ KM മാണിയെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുക, അദ്ദേഹത്തിന്റെ വിശ്വാസ്യത ഇല്ലാതാക്കുക, അതിനുവേണ്ടിയുള്ള ശ്രമം എന്ന് പറയുമ്പോൾ അതിന്റെ ബെനഫിഷ്യറി ആരാണ്? ആരായിരിക്കാം ഇതിന് പിന്നിലുള്ളത്? അപ്പോൾ ബിജു പറഞ്ഞ അഴിമതി ആരോപണത്തെ 1 കോടി രൂപ എന്ന അഴിമതി ആരോപണത്തെക്കാൾ പ്രധാനപ്പെട്ടത് ഈ കോൺസ്പിറസി ആര് നടത്തി എന്നുള്ളതാണ്. അങ്ങനെ കോൺസ്പിറസി തനിക്കെതിരെ നടത്തിയ ഒരു ഭരണ സംവിധാനത്തിൽ KM മാണി എന്തിന് തുടരണം? അതോ ഒരു വശം. മറ്റൊന്ന്, ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം, അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ സൽപ്പേര്, റെപ്യൂട്ടേഷൻ എല്ലാം തകർക്കുന്ന ഒരു ആരോപണം ഉണ്ടായിട്ട് ഈ നിമിഷം വരെ ആ ആരോപണം ഉന്നയിച്ച ആൾക്കെതിരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഇതിനു മുൻപും ഈ ചർച്ചയിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ 1 കോടി രൂപ സൂട്ട് കേസിലാക്കി പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ എത്തിച്ചു എന്ന ആക്ഷേപമുണ്ടായിട്ട് നരസിംഹറാവു ഒരു നോട്ടീസ് പോലും അയച്ചില്ല. ആ മാതൃക എന്തിന് ശ്രീ മാണി പിന്തുടരണം? ഒരു നോട്ടീസ് അയക്കുന്നതിന് അപകീർത്തികരമായ ആരോപണത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിന് അദ്ദേഹം തുനിയാതിരിക്കുമ്പോൾ ഈ ആക്ഷേപത്തിൽ എന്തോ ഉണ്ട്, അല്ലെങ്കിൽ ഈ ആക്ഷേപം ഉന്നയിച്ച ആളുടെ കൈവശം എന്തൊക്കെയോ തെളിവുകളുണ്ട്. അങ്ങനെ ഒരു സന്ദേഹത്തിൽ അദ്ദേഹം അകപ്പെട്ടിരിക്കുന്നു എന്ന് വേണം കരുതാൻ. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ രാഷ്ട്രീയമായ മര്യാദയും ധാർമ്മികതയും അടിസ്ഥാനമാക്കി ശ്രീ KM മാണി ഈ അവസ്ഥയിൽ മുന്നോട്ട് പോകുന്നത് ശരിയാവില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, രാഷ്ട്രീയമായ ധാർമ്മികതയുടെ കാര്യം അവിടെ നിൽക്കട്ടെ, നിയമപരമായ കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. ഇതിൽ ഏതായാലും ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നല്ലല്ലോ മാണിക്കെതിരായ ഒരു നീക്കമുണ്ടായിരിക്കുന്നത്. കാരണം ഇപ്പോഴും ഏത് തരം അന്വേഷണം വേണം എന്ന കാര്യത്തിൽ ഇടതുപക്ഷത്ത് തർക്കമാണ്. സ്വാഭാവികമായും PC ജോർജ് പറഞ്ഞതുപോലെ UDF-നുള്ളിൽ നിന്ന് തന്നെയായിരിക്കാം ഇതിൽ ഒരു ആരോപണം ഉയർന്നിരിക്കുക. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ആസൂത്രണം അവിടെ നടന്നെങ്കിൽ ആ മുന്നണിയിൽ തുടർന്നുകൊണ്ട് ഈ അന്വേഷണത്തെ മറികടക്കാൻ, തൻ്റെ ശരികൾ സ്ഥാപിച്ചെടുക്കാൻ ഇതൊക്കെ KM മാണിക്ക് എത്രത്തോളം കഴിയും? മറ്റൊന്ന്, കഴിഞ്ഞ ദിവസം വരെ മാണി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് യോഗ്യനാണ് എന്ന് ഏതാണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറഞ്ഞു.
BJPക്കും ഇടതുപക്ഷത്തിനും എല്ലാം സ്വീകാര്യനായിരുന്നു KM മാണി. ഇന്നിപ്പോൾ KM മാണിയെ തെരുവിലിട്ട് ചവിട്ടുന്ന പോലെയാണ് കാര്യങ്ങൾ. അങ്ങനെ വരുമ്പോൾ KM മാണിക്ക് രാഷ്ട്രീയമായി അതിജീവിക്കേണ്ടതുണ്ടല്ലോ. നിയമവും ധാർമ്മികതയും എല്ലാം മാറ്റിവെച്ചാലും രാഷ്ട്രീയമായി KM മാണിക്ക് എങ്ങനെ അതിജീവിക്കാൻ കഴിയും എന്നാണ് താങ്കളുടെ നിരീക്ഷണം? അത് ഇവിടെ കോൺസ്പിറസി എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി എന്ന പദവിക്ക് KM മാണി അയോഗ്യനാണ് എന്ന് തെളിയിക്കേണ്ടത് ആരുടെ ആവശ്യമാണ്? ആ ആവശ്യക്കാരായിരിക്കണമല്ലോ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. തീർച്ചയായും ഇടതുപക്ഷ LDFന്റെ ഭാഗത്ത് നിന്ന് ഒരു കോൺസ്പിറസി KM മാണിക്കെതിരെ ഉണ്ടായി എന്ന് ആരും ആരോപിക്കുന്നുമില്ല. KM മാണിയോട് ഈ ആരോപണത്തിന് ശേഷവും LDF പ്രത്യേകിച്ച് CPIM മൃദു സമീപനം സ്വീകരിക്കുന്നു എന്നാണ് ആക്ഷേപമുള്ളത്. അപ്പോൾ സ്വന്തം പാളയത്തിൽ, സ്വന്തം മുന്നണിയിൽ, കുറെ കൂടി വ്യക്തമായി പറഞ്ഞാൽ സ്വന്തം മന്ത്രിസഭയിൽ നിന്ന്, അല്ലെങ്കിൽ മന്ത്രിസഭയെ നയിക്കുന്ന പാർട്ടിയിൽ നിന്ന്, അല്ലെങ്കിൽ ആ പാർട്ടിയുടെ ഒരു വിഭാഗത്തിൽ നിന്ന് തനിക്കെതിരെ ഗൂഢാലോചന നടന്നിരിക്കുന്നു എന്നാണ് ശ്രീ KM മാണിയും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും ആരോപിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ അവസ്ഥയിൽ അദ്ദേഹം മന്ത്രിയായി മുന്നോട്ട് പോകുന്നതിനേക്കാൾ അഭികാമ്യമായിട്ടുള്ളത് അദ്ദേഹത്തിന് രാഷ്ട്രീയമായി ഗുണം ചെയ്യുന്നത് രാജിവെക്കുക എന്ന് തന്നെയാണ്. രാജിവെച്ചുകൊണ്ട് പുറത്തിറങ്ങി അദ്ദേഹത്തിന് നിയമപരമായി ആരോപണം ഉന്നയിച്ചവർക്കെതിരെ നീങ്ങാം. തനിക്കെതിരെ ആരാണോ ആലോചന നടത്തിയത്, ഗൂഢമായ ആലോചന നടത്തിയത്, ആ നീക്കങ്ങൾ നടത്തിയവർക്കെതിരെയും അദ്ദേഹത്തിന് രാഷ്ട്രീയമായി പൊരുതുന്നതിന്, അങ്ങനെ തന്റെ സത്യസന്ധതയും തന്റെ നിലപാടുകളും പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുത്തുന്നതിന് അതിനൊക്കെയുള്ള തന്ത്രങ്ങൾ മെനയുന്നതിന് ശ്രീ KM മാണി സമർത്ഥനാണ്. അതിനാണ് അദ്ദേഹം ശ്രമിക്കേണ്ടത്. ഈ രീതിയിൽ അദ്ദേഹം മുന്നോട്ട് പോകുന്നത് രാഷ്ട്രീയമായി അദ്ദേഹത്തിന് ഗുണം ചെയ്യില്ല. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞത് താങ്കൾ കേട്ട് കാണും. ആ രീതിയിൽ മറികടക്കേണ്ട ഒരു പ്രതിസന്ധിയിലേക്കാണോ ഇന്ന് UDFും കേരള കോൺഗ്രസ് എമ്മും എത്തി നിൽക്കുന്നത്? പ്രകാശേ, കേരള കോൺഗ്രസിൽ യാതൊരു വിധമായ പ്രതിസന്ധിയുമില്ല, UDFിൽ യാതൊരു വിധമായ പ്രതിസന്ധിയുമില്ല. UDFിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടി അതിശക്തമായി മാണിയെ പിന്തുണച്ചിട്ടുണ്ട്. മാണിയുടെ സകല ആപത്തിലും അദ്ദേഹത്തോടൊപ്പം നിൽക്കും. കാര്യം ആരദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചാലും ശ്രമിക്കുന്നവരെ ഒറ്റപ്പെടുത്താൻ കോൺഗ്രസും UDFും ഒറ്റക്കെട്ടായി ശ്രീ മാണിക്ക് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാണി ഒറ്റപ്പെട്ടു. UDF പ്രതിസന്ധിയിലാണ്. കേരള കോൺഗ്രസിലൊരു പ്രതിസന്ധിയില്ല, UDFിലൊരു പ്രതിസന്ധിയില്ല. മാണി ഒറ്റപ്പെട്ടിട്ടില്ല. മാണിയെ ഒറ്റപ്പെടുത്താൻ ഒരു ശക്തിയെയും കോൺഗ്രസും UDFും അനുവദിക്കത്തില്ല. ഇവിടെ ഗൂഢാലോചനയെക്കുറിച്ച് ശ്രീ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞു. കഴിഞ്ഞ കുറേ നാളുകളായി ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ ഇടതുപക്ഷ മുന്നണി നീക്കങ്ങൾ ആരംഭിച്ചു. ആ നീക്കങ്ങൾക്ക് തടയിട്ടത് അച്യുതാനന്ദനാണ്. അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കി ഐക്യജനാധിപത്യ മുന്നണി പൊളിച്ച് ഇടതുപക്ഷ മുന്നണിയുടെ പേരിൽ ഒരു ഗവൺമെന്റ് ഉണ്ടാക്കി. ആ ഗവൺമെന്റ് കുറെ നാൾ ഭരിച്ചിട്ട് ആ മുഖ്യമന്ത്രിയെ അട്ടിമറിച്ച് തെരഞ്ഞെടുപ്പിന് പോവുക എന്നുള്ളതായിരുന്നു ഇടതുപക്ഷ മുന്നണിയുടെ തന്ത്രം. മാണിക്ക് മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്ത് പ്രലോഭിക്കാൻ പല ആവർത്തി ശ്രമിച്ചിട്ടും മാണി ആ ചതിക്കുഴിയിൽ വീടില്ല. അദ്ദേഹം UDFിൽ അറിയുറച്ചു നിന്നു. മുഖ്യമന്ത്രിയാകാൻ താൻ ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായി മാണിയുടെ പിന്നാലെ നടന്ന് മുഖ്യമന്ത്രി സ്ഥാനം ഓഫർ ചെയ്തിട്ടും അദ്ദേഹത്തെ കിട്ടുന്നില്ലെന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തെ അപമാനിക്കാൻ, അവഹേളിക്കാൻ, അപകീർത്തിപ്പെടുത്താൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയ ഒരു ഗൂഢാലോചന, അത് വേണമെങ്കിൽ പിണറായി വിജയൻ ഒരു മൃദു സമീപനമാണ് എടുത്തതെങ്കിൽ എന്തുകൊണ്ട് അച്യുതാനന്ദൻ ജീവിച്ചിരിക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിന്തുണയോട് ശ്രീ മാണി മുഖ്യമന്ത്രിയാകുന്നത് അദ്ദേഹത്തിന് ഒരിക്കലും സഹിക്കില്ല. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പ്രബലരായ ആരെങ്കിലുമാണ് ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിലുള്ളതെന്ന് പറഞ്ഞാൽ എങ്ങനെ നിഷേധിക്കാനാകും ശ്രീ സെബാസ്റ്റ്യൻ പോളിന്? ഞങ്ങൾ ഒരിക്കലും താങ്കൾ ഈ പറയുന്ന ആരോപണം ശരിയാണെങ്കിൽ എന്തുകൊണ്ടാണ് KM മാണി ഗൂഢാലോചന അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ട് നിങ്ങൾ അന്വേഷിക്കാത്തത് എന്തുകൊണ്ടാണ്? താങ്കൾ ഉന്നയിക്കുന്ന ആരോപണം, അതായത് പ്രതിപക്ഷമാണ് ഗൂഢാലോചനയ്ക്ക് പിന്നിലെങ്കിൽ KM മാണിയാണല്ലോ ആദ്യം ആവശ്യപ്പെട്ടത് ഗൂഢാലോചന അന്വേഷിക്കണമെന്ന്. എന്തുകൊണ്ട് ഗൂഢാലോചന അന്വേഷിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല? മറിച്ച് VSന്റെ കത്തിൽ മാത്രം അന്വേഷണം നടക്കുന്നു. പ്രകാശേ, ഇതിനകത്ത് ഒരു ഗൂഢാലോചനയുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, കോൺഗ്രസ് പാർട്ടി വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് ഗൂഢാലോചനയുടെ പേരിൽ ഒരു അന്വേഷണവും നടത്താൻ പോകുന്നുമില്ല. ഞാനിവിടെ പറഞ്ഞത് നിങ്ങൾ കുറെ നാളായി ആന്റണി രാജു ഗൂഢാലോചനയില്ല, ഗൂഢാലോചനയുടെ പേരിൽ സർക്കാർ ഒരു അന്വേഷണവും നടത്താൻ പോകുന്നില്ല. എന്താണ് കേരള കോൺഗ്രസിന്റെ നിലപാട്? ഞാനൊരു മറു ആരോപണം നിങ്ങളോട് ഉന്നയിക്കുകയാണ്. എന്തിനാ കോൺഗ്രസിനെ മാത്രം സംശയിക്കുന്നത്? ശ്രീ ആന്റണി രാജു, ഒരു ഗൂഢാലോചനയുമില്ല, അന്വേഷണവുമില്ല. കോൺഗ്രസ് പാർട്ടി ഒരു ഗൂഢാലോചനയില്ല.
പ്രകാശ്, ഈ ആരോപണം ഉണ്ടായ ദിവസം തന്നെ കേരള കോൺഗ്രസ് പാർട്ടി നേതാവ് KM മാണി സാറും പാർട്ടിയുടെ നേതാക്കന്മാരും ഒക്കെ തന്നെ പ്രഖ്യാപിച്ചതാണ്, ഇതിൽ ഗൂഢാലോചനയുണ്ട്, ഞങ്ങൾ ഇതിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടും. ആ തീരുമാനത്തിന് ശേഷം ഞങ്ങൾ ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ കേരള കോൺഗ്രസ് പാർട്ടി ഉന്നതാധികാര സമിതി യോഗം തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഉന്നയിച്ച വളരെ പ്രസക്തമായൊരു ചോദ്യത്തിന് നാളെ തന്നെ മറുപടി ഉണ്ടാകും. ഒരു വക്കീൽ അതിൻ്റെ നിയമപരമായ കാര്യങ്ങളെക്കുറിച്ച് നിയമവിദഗ്ധരുമായി ആലോചിച്ചു കഴിഞ്ഞു. അതിൽ ഏതാണ്ടൊരു തീരുമാനത്തിലെത്തിക്കഴിഞ്ഞു. ഔദ്യോഗികമായി നാളെ പാർട്ടി തീരുമാനിച്ചതിന് ശേഷം നിയമ നടപടികളിലേക്ക് ഞങ്ങൾ ശക്തമായ നിയമ നടപടികളിലേക്ക് ഞങ്ങൾ നാളെ പോകും. എടുത്തു ചാടി അതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിക്കാതെ ഒരു വഴിപാടിന് വേണ്ടി ഒരു നോട്ടീസ് അയച്ചുകൊണ്ട് ഇത് അവസാനിപ്പിക്കുവാനല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. മറിച്ച് അടിസ്ഥാനരഹിതമായി ആരോപണം ഉന്നയിച്ച ആൾക്കെതിരെ പഴുതുകൾ അടച്ചുകൊണ്ടുള്ള നിയമ നടപടികളാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. ഗൂഢാലോചനയുടെ കാര്യത്തിൽ കേരള കോൺഗ്രസ് പാർട്ടി ആദ്യം ഉന്നയിച്ചു. ഞങ്ങൾ ഈ ഗൂഢാലോചനയെക്കുറിച്ച് കേരള കോൺഗ്രസ് പാർട്ടിക്ക് ചില സൂചനകളുണ്ട്. കഴിഞ്ഞ ഒരു മാസക്കാലമായി ബിജു രമേശുമായി ചില ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗൂഢാലോചനയുടെ പശ്ചാത്തലം ഞങ്ങൾക്ക് ചില പ്രാഥമികമായ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. പാർട്ടി അതേക്കുറിച്ച് അന്വേഷണം നടത്തി വരുന്നു. KM മാണിയെ സംബന്ധിച്ചിടത്തോളം ഈ അടിസ്ഥാനരഹിതമായ ആരോപണത്തിൽ നിന്ന് അഗ്നിശുദ്ധി വരുത്തി ഏതാനും നാളുകൾക്കുള്ളിൽ ഈ പുകമറകളൊക്കെ മാറ്റി കേരള കോൺഗ്രസ് പാർട്ടി നേതാവ് മാണി സാറ് സജീവമായി രംഗത്ത് വരുന്ന കാഴ്ച നമുക്ക് ഏതാനും ദിവസങ്ങൾക്ക്. താങ്കൾ കോൺഗ്രസിന്റെ വക്താവായി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഗൂഢാലോചനയില്ല എന്നും ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷണമില്ല എന്നും പറയുമ്പോൾ ആന്റണി രാജു പറയുന്നു ഗൂഢാലോചനയുണ്ട്. ഗൂഢാലോചനയുടെ കാര്യത്തിൽ അവരുടെ പാർട്ടിക്ക് വ്യക്തമായ നിലപാടുണ്ട്. അതേതായാലും ഇടതുപക്ഷത്തെക്കുറിച്ചല്ല, മറിച്ച് ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞ കാര്യങ്ങളോട് പൊതുവിൽ യോജിച്ചുകൊണ്ടുള്ള ഒരു നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നാളെ ഹൈപ്പവർ കമ്മിറ്റിയോട് കൂടി ഇത് സംബന്ധിച്ച് വ്യക്തത വരുത്തും എന്നവർ പറയുമ്പോൾ എങ്ങനെ താങ്കൾക്ക് പറയാൻ കഴിയും ഗൂഢാലോചനയില്ല എന്ന്? ഞാൻ എൻ്റെ മുഖ്യമന്ത്രിയുമായും ആഭ്യന്തരമന്ത്രിയായും ഞാൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമായും ചർച്ച ചെയ്തിട്ടാണ് നിങ്ങളുടെ ചാനൽ ചർച്ചകൾക്ക് വരുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇന്ന് വരെ ഞാൻ പറയുന്നു, ഞങ്ങൾ ഈ ഗൂഢാലോചനയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ശ്രീ KM മാണിക്കെതിരെ അടിസ്ഥാനരഹിതമായ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ ആ ആരോപണം. ശ്രീ ആന്റണി രാജു, ഗൂഢാലോചനയിൽ കോൺഗ്രസ് വിശ്വസിക്കുന്നില്ല. ഇത് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞ കാര്യമല്ല, ഇത് മുഖ്യമന്ത്രിയുമായും ആഭ്യന്തരമന്ത്രിയുമായി ചർച്ച ചെയ്ത് പറഞ്ഞ കാര്യമാണ്. അങ്ങനെ ഗൂഢാലോചന ഇല്ലെങ്കിൽ, ആ ഗൂഢാലോചന ഉണ്ട് എന്ന് നിങ്ങൾ പറയുന്നത് മാണിക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളിൽ നിന്ന് താൽക്കാലികമായി രക്ഷ നേടാനല്ലേ? അതൊരു ഭാഗം. മറുവശത്ത് ഇതാണ് കോൺഗ്രസിന്റെ നിലപാടെങ്കിൽ ഗൂഢാലോചന അന്വേഷിക്കാനുള്ള നിങ്ങളുടെ ആവശ്യം കോൺഗ്രസ് തള്ളിക്കഴിയുമ്പോൾ, അത് തള്ളിക്കളഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഇനി മന്ത്രിയായി KM മാണി ആ മന്ത്രിസഭയിൽ തുടരുന്നത് കൊണ്ടോ അതല്ലെങ്കിൽ ആ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നത് കൊണ്ടോ എന്താണ് പ്രയോജനമുള്ളത്? എന്ത് രാഷ്ട്രീയ നിലപാട് നിങ്ങൾ സ്വീകരിക്കും? കാരണം നിങ്ങളുടെ ആവശ്യം തെറ്റാണ്, അങ്ങനെ ഒരു ഗൂഢാലോചന ഇല്ല. അതൊക്കെ പിന്നെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായം പറയേണ്ടത് കേരള കോൺഗ്രസ് പാർട്ടിയാണല്ലോ. ഞങ്ങൾക്ക് ചില സൂചനകളും ഞങ്ങൾക്ക് ചില വിവരങ്ങളും കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഗൂഢാലോചന ഉണ്ടെന്ന് ഞാൻ മാത്രമല്ല, കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ KM മാണി സാർ തന്നെ ആദ്യ ദിവസം പറഞ്ഞത് വെറുതെ അല്ലല്ലോ. മാണി സാറിന് വെറുതെ മാണി സാറിനെ പോലെ സമുന്നതനായ ഒരു നേതാവ്, ധനകാര്യ വകുപ്പ് മന്ത്രി, അടിസ്ഥാനരഹിതമായിട്ടൊരു ഗൂഢാലോചനയുണ്ട് എന്ന് മാണി സാറിനെ പോലുള്ള ഒരാൾ പറയുമെന്ന് ആരും കരുതരുത്. മാണി സാറിനെ പോലൊരു ആധികാരികമായിട്ടാണ് അത് പറഞ്ഞത്. അങ്ങനെയുള്ള ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണത് പറഞ്ഞത്. ഗൂഢാലോചനയെക്കുറിച്ച് ചില നിഗമനങ്ങളിൽ ഞങ്ങൾ എത്തിച്ചേരുന്നുണ്ട്. ഞങ്ങളത് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ആവശ്യപ്പെടുന്നില്ല എന്ന് ഗവൺമെൻറ് ഔപചാരികമായി ഞങ്ങൾ ആവശ്യപ്പെട്ട് കഴിയുമ്പോൾ അങ്ങനെ നിഷേധിച്ചാൽ അന്ന് എന്ത് വേണമെന്നുള്ളത് കേരള കോൺഗ്രസ് പാർട്ടി. ശ്രീ ആന്റണി രാജു, നാളെ ഇപ്പോൾ ബിജു രമേശ് വിജിലൻസിന് ഒരു തെളിവും കൊടുക്കാൻ പോകുന്നില്ല. 6-ന് അവരുടെ യോഗമുണ്ട്. ആ യോഗത്തിന് ശേഷമായിരിക്കും ബിജു രമേശ് വിജിലൻസ് സംഘത്തെ കാണുക, തെളിവുണ്ടെങ്കിൽ ഹാജരാക്കുക. ഒരു ദിവസം കൂടി മാണിക്ക് നീട്ടിക്കിട്ടിയിരിക്കുകയാണ്. നാളെ ചേരുന്ന ഹൈപ്പവർ കമ്മിറ്റി ഈ കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് എന്ത് നിലപാടിലേക്ക് നീങ്ങണം എന്നാണ് താങ്കളുടെ അഭിപ്രായം? അല്ല, ഞങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് ഞങ്ങൾ പ്രാഥമികമായൊരു ചർച്ച കഴിഞ്ഞ ദിവസം നടത്തി. കുറേ കൂടി വിശദമായ ഗൗരവമായി വിഷയങ്ങളെല്ലാം എടുത്ത് ഗൗരവമായി ചർച്ച ചെയ്യും.
അടുത്ത എന്ത് നടപടികളിലേക്ക് പോകണം എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ച ചെയ്യുവാനാണ് നാളെ യോഗം വിളിച്ചിരിക്കുന്നത്. അങ്ങനെ വിളിച്ച് ചർച്ച ചെയ്യാനിരിക്കുമ്പോൾ അതിനു മുമ്പ് 24 മണിക്കൂർ മുമ്പ് ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ പോകുന്നുവെന്ന് വെളിപ്പെടുത്തി ചർച്ച ചെയ്യുന്നത് രാഷ്ട്രീയമായി ശരിയല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ അത്തരം വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. പക്ഷേ ഈ ആരോപണം ഇവിടെ പറഞ്ഞല്ലോ വലിയ കൂതിപ്പറപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഈ ആരോപണത്തിന് എന്തെങ്കിലും ഒരു സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ആകപ്പാട് അദ്ദേഹം പറഞ്ഞ ശ്രീ ബിജു രമേശ് പറഞ്ഞത് 2 സാക്ഷികളെയാണ് അദ്ദേഹത്തിൻ്റെ ആരോപണത്തിൽ സാക്ഷിയാക്കിയത്. ഒന്നാം സാക്ഷി എന്ന് പറയുന്നത് ബിജു രമേശിൻ്റെ തന്നെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ഒരു ഉണ്ണി. രണ്ടാം സാക്ഷിയാക്കി അദ്ദേഹം കൊണ്ടുവന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻ ചാണ്ടി. ശ്രീ ഉണ്ണി അന്ന് രാത്രി തന്നെ അദ്ദേഹം ഈ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് തള്ളിക്കളഞ്ഞു. മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി പിറ്റേ ദിവസം തന്നെ തന്നോട് ആരും ഇങ്ങനെ പറഞ്ഞിട്ടില്ല, ബിജു രമേശ് കണ്ടിട്ടില്ല തള്ളിക്കളഞ്ഞതോടുകൂടി തന്നെ ഈ ആരോപണത്തിൻ്റെ റൂട്ട് അവിടെ തന്നെ അറ്റുപോയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഇതിനെ വെറുതെ ഒരു ആരോപണമായി കണ്ട് ഇതെല്ലാം കേട്ട് ഞങ്ങൾ മിണ്ടാതെ ഇതെല്ലാം അവസാനിപ്പിക്കുമെന്ന് ആരും കരുതണ്ട. ഇതിൻ്റെ അവസാനം വരെയുള്ള കണ്ണികളെ കണ്ടെത്തിക്കൊണ്ടല്ലാതെ കേരള കോൺഗ്രസ് പാർട്ടി ഈ ആരോപണത്തിൽ നിന്ന് മുക്തമാകാൻ, മാണി സാറിനെ വിമുക്തനാക്കാൻ കേരള കോൺഗ്രസ് പാർട്ടി കയ്യും കെട്ടി നോക്കിയിരിക്കില്ല. നിങ്ങൾക്ക് എന്ത് അന്വേഷണ സംവിധാനമാണുള്ളത്? സർക്കാർ അന്വേഷിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് എന്ത് അന്വേഷണ സംവിധാനം? ആന്റണി രാജു നാളെ ചെന്നിട്ട് ബിജു രമേശിനോട് ചോദിക്കുകയാണ്, ഇത് എവിടെ നിന്നാണ് ഈ വിവരങ്ങൾ കിട്ടിയത്, ഇതിന്റെ ഗൂഢാലോചന എവിടെയാണ് എന്ന് ചോദിച്ചാൽ പറയില്ലല്ലോ. സർക്കാർ അന്വേഷിക്കുന്നില്ല എന്ന കാര്യം അത് ആഭ്യന്തരമന്ത്രിയോടും മുഖ്യമന്ത്രിയോടും ചോദിച്ച് വ്യക്തത വരുത്തിയ ശേഷം ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. പിന്നെ നിങ്ങളെന്ത് അന്വേഷണം നടത്താനാണ്? സർക്കാർ അന്വേഷിക്കാതെ നിങ്ങൾ പോയി മാണിക്ക് പൈസ കൊടുത്തോ എന്ന് ബിജു രമേശിനോട് ചോദിക്കുന്ന രീതിയിലുള്ള പാർട്ടിതല അന്വേഷണത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? സർക്കാർ അന്വേഷിക്കുമോ ഇല്ലയോ എന്നുള്ളൊന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രിയോ മുഖ്യമന്ത്രിയോ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കുകയില്ല എന്ന് ഇതുവരെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയോ മുഖ്യമന്ത്രിയോ പറഞ്ഞിട്ടില്ല. ഇന്ന് ഈ വിവരത്തെക്കുറിച്ചുള്ള പ്രാഥമികമായ വിവരശേഖരമാണ് വിജിലൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ വിജിലൻസിൻ്റെ പ്രാഥമികമായ വിവരശേഖരം കഴിയുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന അതിൻ്റെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും കുറെ കൂടി ഗൗരവമായി ഈ വിഷയത്തിൽ അന്വേഷണത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ബാക്കി നടപടികളിലേക്ക് പോകേണ്ടി വരും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇപ്പോഴും ഗൂഢാലോചന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസ് എമ്മും കോൺഗ്രസും ഭിന്നാഭിപ്രായത്തിൽ തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ മാണിക്കെതിരായ വിവരശേഖരണം നടത്തുക, മാണിയുടെ ആവശ്യം സർക്കാർ ചെവിക്കൊള്ളാതിരിക്കുക, മാണി UDF-ൽ തന്നെ തുടരുക മന്ത്രിയായി, അപ്പോൾ അത് എത്രത്തോളം രാഷ്ട്രീയമായി സാധ്യമാണ്? അതൊരു സ്ഥിര സ്വഭാവമുള്ള ഒന്നായി മുന്നോട്ട് പോകുമോ? അല്ല, ഈ അവസ്ഥ ഏറെ ദിവസം മുന്നോട്ട് പോകും എന്ന് ഞാൻ കരുതുന്നില്ല. ഗൂഢാലോചന എന്ന ആരോപണം ശ്രീ KM മാണി ആദ്യമേ തന്നെ ഉന്നയിച്ചിരുന്നു. അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കേരള കോൺഗ്രസ് നേതാക്കൾ PC ജോർജ്, ആന്റണി രാജു എല്ലാവരും അത് ആവർത്തിക്കുന്നുണ്ട്. ആ വിഷയത്തിൽ അന്വേഷണം ഇല്ല, ഗൂഢാലോചന ഉള്ളതായി ഗവൺമെന്റ് വിശ്വസിക്കുന്നില്ല എന്ന് കോൺഗ്രസ് വക്താവ് എന്ന നിലയിൽ ആധികാരികമായി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു കഴിഞ്ഞു. അവിടെയാണ് വലിയ അഭിപ്രായ വ്യത്യാസമുള്ളത്. ഈ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുമ്പോൾ കോൺസ്പിറസി എന്ന ആക്ഷേപത്തെക്കുറിച്ച് സർക്കാർ അന്വേഷിക്കുന്നില്ലെങ്കിൽ എങ്ങനെ ഈ പാർട്ടി മുന്നോട്ട് പോകും? കേരള കോൺഗ്രസിന് ഇപ്പോൾ അതിന്റെ പ്രതിച്ഛായയ്ക്ക് വലുതായ ആഘാതമേറ്റിട്ടുണ്ട്. അതെങ്ങനെ അവർക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും? അവിടെയാണ് ഈ അവസ്ഥയിൽ UDF-ന്റെ ഭാഗമായി ഉമ്മൻചാണ്ടി നേതൃത്വം നൽകുന്ന മന്ത്രിസഭയിലെ മന്ത്രി എന്ന നിലയിൽ ശ്രീ KM മാണിക്ക് ഏറെക്കാലം മുന്നോട്ട് പോകാൻ കഴിയില്ല. ആ പാർട്ടിക്കും UDF-ന്റെ ഭാഗമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇന്ന് ഈ ചർച്ചയുടെ ഒടുവിൽ എനിക്ക് തോന്നുന്നത്. ശ്രീ ജോണി നെല്ലൂർ, കേരള കോൺഗ്രസ് എമ്മിൻ്റെ ആവശ്യം അത് സർക്കാർ നടപ്പാക്കണം എന്നാണോ താങ്കൾ കരുതുന്നത്? അതോ മാണിക്കെതിരായി ഉയർന്നു വന്നിരിക്കുന്ന VS അച്യുതാനന്ദൻ നൽകിയ ആ കത്ത് അത് മാത്രം അന്വേഷണമോ അല്ലെങ്കിൽ അതിൻ്റെ പ്രാഥമിക വിവരശേഖരണമോ നടത്തിയാൽ മതിയോ? ഗൂഢാലോചന അന്വേഷിക്കണം എന്ന കേരള കോൺഗ്രസ് എമ്മിൻ്റെ ആവശ്യം അത് നടപ്പില്ല എന്ന ഉണ്ണിത്താൻ്റെ മറുപടി അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നിലപാട് അത് ഒരു മുന്നണി സംവിധാനത്തിൽ ശരിയാണോ? അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമോ? കോൺഗ്രസ് പാർട്ടി അങ്ങനെ ഒരു നിലപാടെടുത്തു എന്നിപ്പോൾ അതിന്റെ വക്താവ് ഉണ്ണിത്താൻ പറയുന്നത് നമ്മൾ കേട്ടു. പക്ഷെ എനിക്ക് തോന്നുന്നില്ല മാണി സാറിനെ പോലെ ഉന്നതനായ ഒരു നേതാവ് അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണത്തിന്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന് അസന്നിഗ്ധമായി പറയുമ്പോൾ
അത് സംബന്ധിച്ചൊരു അന്വേഷണം ആവശ്യപ്പെടുമ്പോൾ ആ അന്വേഷണം നടത്തുവാൻ ഗവൺമെന്റിന് ബാധ്യതയുണ്ട്, സംശയമൊന്നും വേണ്ട. ഈ മുന്നണിയെ തകർക്കുവാൻ വേണ്ടിയുള്ള ഒരു ഗൂഢാലോചനയാണ് നടന്നത് എന്ന് ഞങ്ങളൊക്കെ പറയുമ്പോൾ ആ ആരോപണമെങ്കിലും അന്വേഷിക്കാൻ തയ്യാറാകുമെന്ന എന്റെ പ്രതീക്ഷ. ശ്രീ ജോണി നെല്ലൂർ എന്തുകൊണ്ടാണ് മുന്നണിയെ തകർക്കാൻ നടന്ന ഒരു ഗൂഢാലോചന അന്വേഷിക്കാൻ സർക്കാർ വിസമ്മതിക്കുമ്പോൾ അല്ലെങ്കിൽ കോൺഗ്രസ് വിസമ്മതിക്കുമ്പോൾ ആ ഗൂഢാലോചന കോൺഗ്രസിൽ നിന്ന് തന്നെയാണ് ഉണ്ടായത് എന്ന PC ജോർജിന്റെ ആക്ഷേപം അത് ശരിവെക്കുകയല്ലേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്? ഏതായാലും കോൺഗ്രസ് പാർട്ടി മുന്നണിയെ തകർക്കുവാൻ വേണ്ടി ഒരു നീക്കം നടത്തുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷെ ഏതായാലും ഇതുപോലെ ആരെപ്പറ്റി എന്തും പറയാവുന്ന ഒരു സാഹചര്യം അനുവദിക്കാൻ പാടില്ല. ഉന്നതനായ മാണി സാറിനെ കുറിച്ച് ഇവിടെ ഒരു ആരോപണം വന്നു. 3-4 ദിവസമായ ആരോപണം എങ്ങനെ അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നു. ഈ ആരോപണത്തിന്റെ സത്യാവസ്ഥ അതറിയുവാനുള്ള ബാധ്യതയും ചുമതലയും ജനങ്ങൾക്കെല്ലാം ഉണ്ട്. അത് കണ്ടുപിടിക്കേണ്ട ചുമതല ഗവൺമെന്റിനുമുണ്ട്. അപ്പൊ ആരോപണം ഉന്നയിച്ച ആളുകൾ 4 ദിവസം പിന്നിട്ടിട്ടും അതിന്റെ തെളിവുകളൊന്നും വെളിച്ചത്ത് കൊണ്ടുവരാത്ത സാഹചര്യത്തിൽ ഇതിന്റെ പിന്നിൽ ഗൂഢാലോചന ഉണ്ട് എന്ന് ആരോപിക്കപ്പെടുമ്പോൾ അത് അന്വേഷിക്കുവാൻ ഗവൺമെന്റ് തയ്യാറാകുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ആ കാര്യത്തിൽ ഗവൺമെന്റ് പുറകോട്ട് പോകാൻ ഒരു സാധ്യത ഞാൻ കാണുന്നില്ല. വ്യക്തമാണ് താങ്കളുടെ നിലപാട്. വളരെ നന്ദി ശ്രീ ആന്റണി രാജു, ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ജോണി നെല്ലൂർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ബിഗ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.